നിങ്ങൾ കളിയാക്കിയായിരുന്നു. നിങ്ങൾ കാറിന്റെ ഇത് പറയണ പോലെ ബിഗ് ബോസ് കാരണം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അതിനെ കുറിച്ച് എന്താ പറയാ? അങ്ങേക്ക് മനസ്സിലായില്ല ഇതുവരെ. രണ്ടുവട്ടം പോയിട്ടും ബിഗ് ബോസ് എന്താന്ന് മനസ്സിലാവാത്ത ആളോട് എന്ത് പറയാനാ? അയാൾ രണ്ടുവട്ടം പോയില്ലേ, രണ്ടുവട്ടം പുറത്താക്കിയതല്ലേ. ഞാൻ അറ്റ്ലീസ്റ്റ് വെട്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെയുള്ളവരോടൊന്നും കമന്റ്സ് ഒന്നുമില്ല. അതൊക്കെ പിന്നെ അറിയാം. അങ്ങോട്ട് കുറച്ച് കൊടുത്തപ്പോൾ ഇങ്ങോട്ട് കുറച്ച് കിട്ടില്ല. ചുമ്മാ ചൊറിയാൻ വേണ്ടിയിട്ടാണ്, വെറുതെ രസം. റീച്ചിന് വേണ്ടി രണ്ടാൾക്കും. ഞാനൊരു റീച്ചനായിരുന്നു, അങ്ങനെ റീച്ചനാണ്. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കെട്ടിയും പിടിക്കും. ആർക്കെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് അവിടെ കിട്ടുന്നതായിട്ട് തോന്നുന്നു. ഒരാൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല. അതിനകത്തുള്ളവർ എന്നെ ഫുൾ കൺഫ്യൂസ്ഡാണ് ആരും അറിയുന്നത്. സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒറ്റ ദിവസം വേണ്ട ഒരു 1 hour കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ കപ്പടിക്കും. ഈ ജിൻഡോ ചേട്ടൻ കപ്പടിക്കുന്ന സോഷ്യൽ മീഡിയ ടോക്ക്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സോഷ്യൽ മീഡിയ ടോക്ക് അല്ലല്ലോ ബിഗ് ബോസിനകത്ത് നടക്കുന്നത്. ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല. അവരെ നോക്കിയിട്ടല്ല ഗെയിം. ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് ആരും ആ ടോക്ക് കാണുന്നില്ല. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡാണ്. അതിനകത്ത് അപ്പം നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താ, നമുക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യും. ബാക്കിയൊക്കെ വന്ന് ചെയ്യും. ഇന്നവിറ്റബിൾ ആണ് കപ്പിനൊക്കെ പറയുന്നത്. എന്തായാലും ഇനി സായികൃഷ്ണയായിട്ട് തുടരും. പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ ജീവിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ സ്പേസിൽ ഞാൻ എൻ്റെ സീക്രട്ടേജൻ്റെ ആയിരിക്കും. ഇനി പൂച്ചയായിരിക്കോ സിംഹമായിരിക്കോ? പൂച്ചയായിരിക്കോ സിംഹമായിരിക്കോ? സിംഹമൊന്നും അല്ലെങ്കിൽ ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എവിടെയും വന്ന് ഞാൻ പുലിയാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെയും സിംഹം എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, താങ്കൾ പറയണത് ഇപ്പോൾ പൂച്ചക്കുട്ടിയായി പോയി എന്നാണ് പറയണത്. പറയേണ്ടവർക്ക് പലരും പറയും. ഇത് പറയുന്നവർ 24 മണിക്കൂർ ഇതിൻ്റെ ഒപ്പം ജീവിച്ചവരൊന്നുമല്ലോ. എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കല്ല പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ രീതിക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. ഇത് തല്ലുപിടിക്ക് മാത്രമൊന്നുമല്ലല്ലോ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം. മനുഷ്യന് മാറാൻ പറ്റുന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എന്നെ ഭയങ്കരമായിട്ട് അത് സപ്പോർട്ട് ചെയ്തു ആ ഒരു പ്ലാറ്റ്ഫോം. എനിക്ക് ഒരു റീബത്ത് പോലെയാണ് ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇപ്പം ഇടയ്ക്ക് വന്നൊരു വലിയൊരു വിമർശനമായിരുന്നു. പുതുസായിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുന്നു, അവരെ വിജയിപ്പിക്കാനായിട്ടാണ് ഇതിൻ്റെ ഒരു അജണ്ട വെച്ചാൽ ബാക്കി എല്ലാവരും താഴെ വിമർശനം വലുതായിട്ട് ക്ലാസ് കുറച്ച് കൊടുത്താത്തോ? അങ്ങനെയാണോ ചോദിച്ചത്? അങ്ങനെയോട് ചോദിക്കുന്നത്. അപ്പം അഖിൽമാരോട് ചോദിക്കണം, താങ്കൾ അങ്ങനെയാണോ ചോദിച്ചത്? പോയിന്റ് മനസ്സിലാവും. ഇത് കളിച്ചു വന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു വിവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കാര്യമില്ല. അതായത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ പണപ്പെട്ടി കിട്ടു ഇത്രയും ദിവസം ഇല്ലാതെ 100 ദിവസം കളിച്ച് അങ്ങനെ ഇല്ലതാണ്. അപ്പം അങ്ങനെ തന്നെ അതിന് ഉത്തരം പറയുന്നത്. അങ്ങേരിപ്പോൾ ഈ സീസണും കണ്ടു, കഴിഞ്ഞ ദിവസം കളിക്കുകയും ചെയ്തു. അങ്ങേർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം ഞാൻ ആ പിക്ചർ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം അങ്ങനെ തന്നെയാണോ, അങ്ങനെ കണ്ടു ചെയ്ത് അങ്ങനെയാണോ നമുക്കറിയില്ലല്ലോ. അത് കണ്ടതിന് ശേഷം ഈ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ അറിയുന്നില്ല. എനിക്ക് ഇന്നലെ രാത്രി 12:00 ജാസ്മിൻ അടിപൊളിയാണ്. കപ്പടിക്കുമോ? കപ്പ് ആര് വേണേൽ അടിക്കുക. അതിനകത്ത് ആർക്കും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആസ് യൂഷ്വൽ PR ഫൈറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എൻ്റെ ഓഫ് ദ ഡേ വലിയൊരു മാസ് ജനങ്ങളുടെ വേറെ ക്രൗഡ് ഉണ്ടല്ലോ. വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കുന്നതാണ്. ജാസ്മിൻ ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്നതിൻ്റെ ഇതൊക്കെ കാണാമല്ലോ. നേരത്തെ ഒരുമിച്ച് കളിച്ചെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്തിരിക്കുമ്പോഴുള്ള ഫീല് അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു 2 സെക്കൻഡ് ബൈറ്റിലൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് കണ്ടേ ആവില്ല. മിസ്ലീഡിങ് ആയിട്ട് പോകുക ആ കാര്യങ്ങളൊക്കെ. അതിനകത്ത് എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സാണ്. ഇൻഡിവിജ്വലായിട്ടാണ് എല്ലാവരും കളിക്കുന്നത്. സോ അതിലൊരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിക്കുന്നവർക്ക് ആ രീതിയിൽ കളിച്ചിട്ട് പോകാമെന്നൊക്കെ ആ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. അവിടെ അങ്ങനെ കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. നമുക്ക് ആ ഗെയിം എങ്ങനെ വേണേൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഗെയിമാണ്. വേണമെങ്കിൽ അത് ഗെയിമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, റിയലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അത് ചോയ്സാണ്. ഇനിയൊരു അവസരം കിട്ടിയാൽ പോവോ? ഡെഫിനറ്റ്ലി പോവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഇപ്പോൾ സ്വന്തം എപ്പിസോഡ് തന്നെ റിവ്യൂ ചെയ്ത് നോക്കുമോ? ചിലപ്പോൾ ചെയ്തൊന്നും വരും, പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ പഴയ പോലെ ഞാനായിട്ട് ഒരാളെ വലിച്ചു കയറി ഇടുന്നൊരു സാധനം ഞാൻ 10 വട്ടം തിരിക്കും. ഞാൻ ബിഗ് ബോസിനാണെങ്കിലും പഠിച്ചൊരു പാടാണ്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ടൊരു സാധനം ട്രാക്ക് ചെയ്തിരുന്നത് ഞാൻ തിങ്ക് ചെയ്തേ ചെയ്യും. ഈ സായിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിബിന് ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഗുളികളൊക്കെ കൊടുത്താണ് അവരെ മെൻ്റലി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും മെൻ്റലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ഷീണങ്ങൾ, അങ്ങനെ കാര്യങ്ങൾ ഒരു പ്രത്യേക ഗുളിക തന്നിട്ടുണ്ടായിട്ടുണ്ടോ? നോർമൽ സാധനങ്ങളായി സിബിൻ്റെ കേസ്. ഞാൻ ആക്ച്വലി ക്യൂരിയസ് ആണ് സിബിനോട് സംസാരിക്കാവുന്ന കാര്യം. എനിക്കറിയില്ല, നോക്കണം, സോഷ്യൽ മീഡിയ നോക്കണം, കണക്ട് ചെയ്യണം. ഞാൻ സിബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അവൻ പൂനെക്ക് അവിടെ ട്രാവൽ ചെയ്യും.
ഇല്ല, ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ കണ്ടസ്റ്റന്റുകൾ ആരെങ്കിലും ഔട്ടായതിനു ശേഷം വിളിച്ചിരുന്നു? ഇത് ഇന്നലെ നന്ദു വിളിച്ചിട്ടുണ്ട്. ഇന്നത്തെ മെസ്സേജസ് ആണ്. എല്ലാവരും കാണണം. പിന്നെ